നല്ല പുളിയുള്ള ഒരു പച്ചമാങ്ങ ഇതുപോലെ തൊലിയെല്ലാം കളഞ്ഞ കഷ്ണങ്ങളാക്കി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 2 പിടി തേങ്ങ കൂടി ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കാം. അല്ലാതെ അരഞ്ഞു പോകരുത്. ഈ രീതിയിൽ ഒന്ന് ചതച്ചെടുക്കാം. ഇനി ഇതുപോലെ ഒരു പാൻ വെച്ച് കൊടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണ ചൂടാകുമ്പോൾ കടുക് പൊട്ടിച്ച ശേഷം അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചിയും ഒരു 5-6 വെളുത്തുള്ളി ഇതുപോലെ ചെറുതായി അരിഞ്ഞിട്ട് കൊടുക്കാം. ആവശ്യത്തിന് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ആ തേങ്ങയും മാങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഡ്രൈ ആയിട്ട് വരുന്നത് വരെ ഒരു 10 മിനിറ്റ് നന്നായിട്ടൊന്ന് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ഇതുപോലെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും ഒരു 1/4 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതും ഒരു 1/4 ടീസ്പൂൺ കടുക് വറുത്ത് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് ഈ സമയത്ത് നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി കൂടിയാണ്. എല്ലാം കൂടി ചേർത്ത് ഇളക്കി നല്ലതുപോലെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം. ഇനി ഇതിലേക്ക് ഇതുപോലെ 1 ടീസ്പൂൺ നിറയെ ശർക്കര പൊടി കൂടി ചേർത്തിട്ട് വീണ്ടും നല്ലതുപോലെ ഇളക്കി ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഫ്ലെയിം ഓഫ് ആക്കാം.